വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് കന്യാകുമാരിയിലൊന്ന് സൺറൈസ് കാണാൻ പോകാമെന്ന് കരുതി. ഒരു പ്ലാനും ഇല്ലായിരുന്നു. രാത്രി ഇരുന്നപ്പോൾ പറഞ്ഞു ഓക്കെ കന്യാകുമാരി വരെ പോവാം, അതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. വണ്ടിയെടുത്തു ഇറങ്ങി. സമയം 3 ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഒരു 4-4:30 മണിക്കകത്ത് എത്തും തോന്നുന്നു, അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. ഇതിനി 3 വരെ വിളിക്കാനുണ്ട്. വിളിച്ചിട്ട് ആയിരിക്കും അങ്ങോട്ട്. പിന്നെ ഇവിടെ നിന്ന് ആ വ്ളോഗ് മിക്കവാറും ടേക്കപ്പ് ചെയ്ത് അവരായിരിക്കും. അവൻ്റെ കയ്യിൽ ഈ സ്റ്റിക്കും ക്യാമറയും എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആശം ഫുൾ ഓണാണ്. എന്നെ ഇതിനകത്ത് ബാഗ് തറയിപ്പോയി. അതിനകത്ത് എന്നെ കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു ഇരുട്ട് മാത്രമേ കാണത്തുള്ളൂ. യെസ്, ഞാൻ മുട്ടിയടിച്ചു. അപ്പം ഇനിയിപ്പോൾ നേരെ ആവശ്യം അവനെ വിളിക്കണം. അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവനായിരിക്കും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വ്ളോഗ് ടേക്കപ്പ് ചെയ്യണം. അതും പൊളിഞ്ഞു ടേക്കപ്പ് ചെയ്യണം. അവൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് പിന്നെ ഈ സാധനം അവൻ്റെ കയ്യിലായിരിക്കും. അവൻ എന്തൊക്കെ പറയും, എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് കാണിക്കണം എന്നുള്ളതൊക്കെ വഴിയെ കാണാം. ചെറുക്കൻ ശരിയല്ല, ശരിയല്ല. നടക്കാൻ പോകുന്നത് അപരാധം. കാണാൻ ടാറ്റു ഒക്കെ അടിച്ചിരിക്കണല്ല. സൈബർ സിജിലിസം. ഇത് തീർന്നില്ലേ? കുറച്ച് അങ്ങോട്ടുണ്ട്. ഇവിടെ വല്ലാത്തൊരു പഴം കഴിക്കുന്ന ഉണ്ണിയാക്കി കന്യാകുമാരി തന്നെ നിങ്ങൾക്ക് ഒന്ന് കാലൊക്കെ നിനക്കായിരുന്നു. അമ്പൂരി അമ്മൂരെ വീട് വഴിയല്ലേ പോണ. എടാ ബാക്കി പഴം തരുമോ? വിശക്കണം. നീ കഴിയും, നമ്മ കഴിച്ചാ. എന്റെ ചെറിയ ലിപ്സ്റ്റിക് കാണാനില്ല. നമ്മള് ഇന്നലെ രാത്രി ലിപ്സ്റ്റിക് കാണാൻ എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. ഇത് കാണുന്ന ഇവിടെ കൊല നടക്കും. ഇപ്പം ബാക്കി നമ്മൾ പോണ വഴിക്ക് ചെറുക്കനായിരിക്കും ഇനി അങ്ങോട്ട് എല്ലാ സാധനങ്ങളും. അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. എന്തെങ്കിലും കണ്ടന്റ് വരുമ്പോൾ ഓൺ ചെയ്യാം. ഗജേന്ദ്രകുമാർ മകൻ വീരേന്ദ്രകുമാർ. പഴുത്തൊലിയെ പോലും വെറുതെ വിടില്ല. പല ടീംസാണ്. അത്രയ്ക്ക് ശരീരമാണെങ്കിലും കാലറി ബേൺ ആവുമെന്ന് പറഞ്ഞ് കട്ടിലെന്ന് പറഞ്ഞിരിക്കുന്ന ലൈഫ് ടൈം ബൾക്ക് ശ്രേയ. അഭിനയ ശിങ്കം. മിനിക്ക് കമ്പനി ഓർഡറാണെന്ന് തോന്നുന്നു. മിനിക്ക് ഡ്രസ് ഇട്ട് വന്നേക്കണ് രാവിലെ. കന്യാകുമാരി വീടായി. സരോജിനി മാർക്കറ്റ് വാങ്ങിച്ചെങ്കിൽ നീ വല്ല കല്യാണത്തിനിട്ടോണ്ട് പോടാ. ഇത് കുറെ മിനിക്ക് വിട്ടോണ്ട് വന്നേക്കണ്. കന്യാകുമാരി പോയി. എടാ എങ്ങോട്ടേക്ക് പിടിച്ചാലും നിന്നെ കിട്ടും. എന്തോ പറയടാ, ഇങ്ങനെ പിടിച്ചാലും കിട്ടും. ഇതില് ഞാൻ കൊള്ളാം, മനസ്സിലായി. ഇതില് ഞാൻ ഓക്കെയാണ്. അതിന് ഞാനിപ്പം ചാർജ് തീരാറ് എന്നിവർ പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചാർജ് തീർന്നു പറഞ്ഞിട്ട് പോണ്. കണ്ടന്റ് ക്ഷാമമാണ് ഇവിടെ. കൂടെ ഉള്ളവരാരും കൊള്ളത്തില്ല. പക്ഷേ ഒരാൾ മാത്രമില്ല. എന്താണ് അവളുടെ സൈസിനുള്ള വാഴക്കപ്പില്ല പോലും. നമ്മളെ കണ്ടുപിടിച്ച സൈസിലെ വാഴക്കപ്പ്. പക്ഷേ ഓക്കെ പോലും പിണങ്ങി. ഓക്കെ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട്. ഉണങ്ങിയാൽ എന്താ, നല്ല ടേസ്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഹൈഡ്രേഷൻ ഒന്നും ഇപ്പം ഇല്ലേ? നിനക്കല്ലേ കൈക്ക് പ്രശ്നം, എനിക്കല്ല. കണ്ടറിയാം നിനക്കതില്ലത്. രണ്ട് പഴം കഴിച്ചില്ല. എണ്ണ ഇങ്ങനെ നീ ഓട്ടിക്കടാ, ഫുൾ സപ്പോർട്ട് കമ്പനിയിലെന്നൊക്കെ പറഞ്ഞു. 1 hour later.
ഏകദേശം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് മനസ്സിലായിട്ട് എതുക്കിടാ இந்த ക്യൂ ഒന്നും മൊത്തം ക്യൂ ആണ് ഗൈസ്, ക്യൂ ആണ്. ബസ്സിലൊക്കെ അടിക്കുന്നത് ഇത്ര അടുത്തായിരുന്നു, നമുക്ക് നീന്തി പോകാല്ലേ ഇത് വേണമെങ്കിൽ. പണ്ട് ബോട്ടിലേക്കല്ലേ ബുക്കൊണ്ടുന്നത്, നല്ല ദൂരമുള്ളൂ തോന്നുന്നു. നീന്തി പോകും, പക്ഷെ 15 മിനിറ്റ് വാമം വേണം, പകുതി നിന്നിട്ട് കുറച്ച് വാമം പോകണം. പകുതി പോകുമ്പോൾ വെള്ളത്തിൽ നിന്നുകൊണ്ട്. ഓ നിന്നെ പറഞ്ഞതേ ഇല്ല, നിന്നെ ഇതിൽ പറയാൻ കൊള്ളൂല. നമ്മളിന്നൊരു പ്രഫുല്ലമായ സൺറൈസാണ് വന്നത്, സാധാ സൺറൈസ് അല്ല, ഒരു പ്രഫുല്ലമായ സൺറൈസ്. കാരണം എന്താണ്, ഇന്ന് സണ്ണ് കടലിൽ നിന്നല്ല പൊങ്ങുന്നത്. കടലിൽ നിന്ന് പൊങ്ങിയ സണ്ണിനെ കാണാൻ കഴിയാതെ മേഘത്തിൻ്റെ ഇടയിൽ നിന്നാണ് സണ്ണ് പൊങ്ങുന്നത് കേട്ടോ ഇന്ന്. അത് കാണാനാണ് ഇത്ര ആൾക്കാർ നോക്കുന്നുണ്ടോ. അവിടെ ടീംസ്, അവിടെ ഒരു ടീംസ് പിറകിന്ന് വരുന്നത്. അയ്യോ ഇന്ദു അങ്ങ് വിളയില്ല, ആ സൺറൈസ് ആടാ സണ്ണ് ഇന്ന് ആടെ. ഇത് നമ്മുടെ ഈ സാധനത്തിൻ്റെ ഓണറാണ്. വായിലോട്ടാണ് തെറിച്ച് പോകുന്നത്. എന്തോന്ന് മണ്ണ്. അഭിനയ സിംഗം ആരും അഭിനയിക്കുന്നില്ല ക്യാമറ വരുമ്പോ. കാണാൻ പോകുന്ന ഒരു പ്രകൃതിപരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് പ്രകൃതിയെ ചോട്ടിയാണ്. കണ്ടില്ലേ, കുപ്പ, ചോട്, കടല്, ബോട്ട്, 2 ചവറ്. പക്ഷെ നമ്മളതിൽ 1/3. പേര് നീ മാറ്റി പറയോ? ബാക്കിലൊരു മാൽദീവ്സ് മൂഡ്. എന്തുനാ? ഓ ഇന്ദു പഴയ ഡേയ്സി തന്നെ. അയ്യോ ദാ സണ്ണ് അവിടെ നിന്ന് റൈസാ കാണുന്നു. വലിയ വലിയ പോരും. ഒരടി ഇന്ദു. ഓ നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത്. സൂപ്പർ ഫോട്ടോ കിട്ടും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഫസ്റ്റ് വ്ലോഗാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്, മിസ്റ്റർ ദേവ്ദത്ത്, Emotional damage. മിസ് ഇന്ദു. ഇതാണ് GR ഫിലിംസ്. ക്യാബ് ഡ്രൈവർ. അതൊന്നുമില്ല. എല്ലാവരും ബാക്കി ഞാൻ കണ്ടിട്ടില്ല. നമ്മളാരും ഇവരെ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. കാരണം എന്താന്ന്, ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പേടിയാന്ന്. കാരണം എന്താന്ന് ഇവന്മാർക്ക് പേടിയാന്ന്. കാരണം എന്താന്ന്, ഇവന്മാര് ഈ രണ്ടുപേരും നമ്മളെ ചെറുകനെ വണ്ടി ഓടിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് ഇവർ പറയുന്നത്. അങ്ങനെ ചിലവരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നു. അതിന്റെ മെയിൻ കുത്തിത്തിരിപ്പ് തുടങ്ങി വെച്ചത് നിങ്ങൾക്കറിയാലോ, ഞാൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ ആദ്യത്തെ വ്ലോഗ് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒരു ശുദ്ധനാണ്. ശകുനിക്ക് വേറൊരു പേരുണ്ടെങ്കിൽ അത് ദേവദത്താണ്. നമ്മുടെ പുത്ര ഒരു 2 മാസം ഇവിടെ വന്ന് നിന്നപ്പോൾ നമ്മളൊക്കെ പകിടയൊന്നും ഇട്ട് കളിക്കാറില്ല, നമുക്കത് അറിയത്തില്ല. നമ്മൾ വന്നത് എന്തിനാണെന്നറിയോ, ഇവിടെ ഇവർ ഈ 2 തറകൾ ഓടുന്ന വീഡിയോ എടുക്കാനാണ് വന്നത്. നമ്മൾ തിരിച്ച് പോവുകയാണ് അല്ലേ? അത് ദേവൻ്റെ അമ്മൂമ്മേൻ്റെ വീട്ടിൽ. അമ്മ എവിടെയാണ് പോകുന്നത്? അമ്മൂമ്മയുടെ വീട്ടിൽ. അമ്പൂരിൻ്റെ അടുത്ത്. ബാക്കിലൂടെ ഒരാൾ ഡൂം സ്ക്രോൾ ചെയ്യുന്നതെന്നാണ് GR പറയുന്നത്. ബ്രെയിൻ റോട്ടഡ് ആസ് ഫുക്ക് എന്നാണ് GRൻ്റെ പരാമർശം. ഫ്രണ്ട് വ്യൂ കാണണം, നല്ല രസമാണ് കേട്ടോ. കണ്ടോ, ഇഷ്ടം പോലെ താമരത്തോട്ടം. ഓ പാട്ടിട്ട് തരുമോ? മറ്റേ കാട് പൂത്തല്ലോ. അയ്യോ അതല്ലല്ലോ, അയ്യോ അല്ലിയമ്പലല്ലോ ആ ഡയലോഗ്. മറ്റത് ഏത്? താമര അയ്യോ അതല്ല.
മറ്റേ താമര പൂ നീ ദൂരെ കണ്ടുപോയി. അതാണ് ആ റിതമാണ് ഞാൻ ആ സ്റ്റാൻസാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മളെ കൂടെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഇവിടെ ഒരു അണ്ടർറേറ്റഡ് ജെമ്മാണ് ഈ രണ്ടുപേരും. നല്ലൊരു പാട്ട് പാടും. അത് ലേഡി ലേഡി ബോയ് വെസ്റ്റേൺ ആണ്. ഗേൾ ഗേൾ ബേബി ബേബി ലേഡി. അതിനോട് മാഷപ്പ് ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ എങ്ങനെ എന്നാക്കുമ്പോ ആ പാട്ട് വരും, ആ സൈഡിൽ വരും, സൈഡിൽ ഫുൾ ആ പാട്ട് അതിന്റെ ബോളിവിടും. പിന്നെ ഇവിടെ പറയണ്ട, ഇവിടെ മറ്റേതാന്ന് ശ്രേയ ഘോഷാലിന്റെ കൂട്ടുകാരിയാണ്. റസൂൽ പൂക്കുറ്റിയൊക്കെ കമന്റ് ചെയ്തതാണ്. ഉണ്ടില്ല താമര കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വളാം. അതിന്റെ അകത്ത് വളഞ്ഞാൽ താമര ഇറങ്ങും. അവിടെ അങ്ങോട്ട് വളഞ്ഞാണോ? ഓ കാണിച്ചു കുറേ ഇവർക്ക്. ആ കടവുണ്ട്, വണ്ടി വള കടവ് കേട്ടോ. ഇനി കടവിൽ പോകുമ്പോൾ കാണാം. ഇനിയിപ്പോൾ വെറുതെ ഇതിൻ്റെ ഇടയിലുള്ള മറ്റേ യൂസ്ലെസ് കോൺവെർസേഷൻ കളഞ്ഞ് എനിക്ക് ചാർജ് കളയാൻ വയ്യ. കാരണം ഇതിലൊരു ബാറ്ററി ഉള്ളതാണ് കൊണ്ടുവന്ന നായി പറയുന്നത്. അപ്പോൾ ശരി വരും. സംഗീതം പ്രമാദമാണ്. സംഗീതം പ്രമാദമാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാ എന്താ? അതുതാ പാടിയ താമരകൾ. ആ പോകുന്ന ഒരാൾ അല്ലിയാമ്പൽ പാടി. ഓ ചൂണ്ടി കാണിച്ചു തരാം. ഡേയ് പച്ച പച്ചിട്ടൊന്ന് ഇറങ്ങി ആ അല്ലെങ്കിൽ നിനക്ക് നീന്താറിനൂടെ? ഒരു മിനിറ്റ് ഒന്നവേ നമ്മളിപ്പം നൊങ്ക് കുടിക്കാനായിട്ട് നിർത്തി. നൊങ്ക് ഒരു മിൽക്ക് ഷേക്ക്. ചോദിച്ചു അറിയാന്നുള്ളേ സംസാരിക്കണം. അയ്യാ കാറ് പോവാ വെള്ളം ചെന്ന് നോക്കി ഒരു ഇഞ്ചയാക്കി ഇടയിൽ വെച്ച് ആവശ്യം ഇഞ്ച വെച്ച തമിഴായി. നീ വേണേൽ നല്ല വെള്ളം എടുത്ത് കൊടുത്തായിട്ട് പൊട്ടി തന്നെ കണ്ടുപിടിക്കാം. ഇനി കഴിഞ്ഞു സരസ്വതി ദേവി അതിൻ്റെ അകത്ത് നിന്നാണ് ഇളനീര് കുടിച്ചോണ്ടിരുന്നത് അല്ലേ? ഇതിന്റെ വാലിഡേഷൻ നിങ്ങൾ കണ്ടുപിടിക്കും. നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം. One hour later. എന്ത് മുത്താണ് സ്വത്താണ്. ഇത് നിന്റെ വീടായിരുന്നോടാ ബാസിക്കർ? നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? ഓൾഡ് ഫേവററ്റ് ഡോഗാണ്. ബെസ്റ്റ് ബഡ്ഡിയാണ്. പേടിയാണ്. എന്നാൽ ഇതൊക്കെ അവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. ഈ ധൈര്യമൊക്കെ ചങ്ങലയക്കണവരേ ഉള്ളൂ. ഫ്ലാഷ് ബാക്ക്. One hour later. കടി അടിച്ച നല്ലതാണ്. ഇല തന്നെ പല്ല് വൃത്തിയും. ശരി കൈ നനയാതിരിക്കാനാണ്, വേറൊന്നിനല്ല.
അറിയാം മോളിക്കുന്നത്. ഞാനേ കണ്ടോളൂ. കിട്ടി ഇല്ലായിരുന്നെങ്കിൽ കുളിച്ചാലോ? അയ്യോ തള്ളിട്ടാലാ ഒരു കാര്യം ചെയ്താലാ, ഈ ചെരുപ്പിന് അവിടെ എവിടെയെങ്കിലും വെക്കട്ടാ, ഇത് കൊണ്ട് നടക്കണം. അപ്പം വൈൻഡപ്പ് ചെയ്യാന്നാണ് പറയുന്നത് കേഷ്, നമുക്കറിയത്തില്ല. പക്ഷെ പോകുന്ന റോഡ് മനോഹരമാണ്. എടാ 3 മിനിറ്റ് കൂടെ എന്തേ ഉള്ളൂ. അതാണ് 3 മിനിറ്റും കൂടെ ഉള്ളെന്നാണ് കാണിക്കുന്നത്. ഇതാണ് റോഡ്, സെറ്റ് റോഡാണ്. അതുമല്ല കണ്ട